ഒരു ഹോം തിയേറ്റർ എന്നത് ഇന്നത്തെ കാലത്ത് ഏവരുടെ ഒരു സ്വപ്നമാണല്ലേ. നമ്മളൊരു പുതിയ വീട് പണി കഴിപ്പിക്കുമ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്പേസ് നമ്മൾ പ്ലാനിൽ തന്നെ കണ്ടുവയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ വീടിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളിലും അതിനെയും സ്വപ്നം കണ്ട് നമ്മൾ വീട് പണിയുന്നു. അവസാനം വീട് പണി കഴിയുന്ന നേരത്ത് ഈ ഒരു സ്വപ്ന ഹോം തിയേറ്ററും കൂടെ പണി കഴിപ്പിക്കുക എന്ന് പറയുന്നത് മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു സംഭവമാണല്ലേ. നമ്മളൊരു ഹോം തിയേറ്ററിന് അത്രമേൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമായിട്ടാണ് നമ്മുടെ ഈ കസ്റ്റമർ വടകരയിലുള്ള ദിജേഷ് സാറ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ സാർ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, നാട്ടിലല്ലായിരുന്നു, അബ്രോഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നാളത്തെ ഡിസ്കഷൻസും ഡിസൈൻസും പ്ലാനിങ്ങും ഏത് തരത്തിൽ വേണമെന്നൊക്കെയുള്ള കുറേ നീണ്ട നാളത്തെ ഒരു ഡിസ്കഷന് ശേഷമാണ് ഞങ്ങളൊരു ഹോം തിയേറ്ററിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു കുഞ്ഞു ഹോം തിയേറ്ററിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഡിസ്കഷന്റെ തുടക്കകാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ മിനിമൽ ആയിട്ടുള്ള കാണാൻ ഭംഗിക്കൊട്ടും കുറവില്ലാത്ത രീതിയിലുള്ള ഒരു ഹോം തിയേറ്റർ വേണം എന്നാണ് സാറിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഓക്കെ എന്ന് തോന്നിയ ഒരു ഡിസൈനാണ് ഈ ഒരു ഹോം തിയേറ്ററിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമറുടെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഹോം തിയേറ്റർ ചെയ്യാനും അല്ലെങ്കിൽ ആ ഹോം തിയേറ്ററിന്റെ ഈ ഒരു നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനും വളരെ സഹായകമായിട്ട് മാറുന്നത് ആ ഒരു കസ്റ്റമറുടെ സഹകരണം തന്നെയാണ്. ആ കസ്റ്റമറിന്റെ കോപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ഒരു രീതിയിലും നമുക്ക് നല്ലൊരു ഹോം തിയേറ്റർ പണിത് കൊടുക്കാൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരാളുടെ മാത്രം ഇൻപുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ മാത്രം എഫേർട്ട് കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു കംപ്ലീറ്റ് ഹോം തിയേറ്റർ എന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഒരു ബിൽഡർ എന്ന നിലയ്ക്ക് ഞാനും ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നിങ്ങളും എടുക്കുന്ന ഒരു എഫേർട്ടാണ്, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു നല്ലൊരു ഹോം തിയേറ്റർ നമുക്ക് പണിയെടുക്കാൻ പറ്റുന്നത്. അത്തരത്തിലുള്ളൊരു ഹോം തിയേറ്റർ ആണ് ഇവിടെയും ഉള്ളത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. കളറായാലും നമ്മളൊരു ബ്ലൂ ആൻഡ് ഗ്രേ ഷെയ്ഡാണ്, കോമ്പിനേഷനാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ആ ഒരു ബ്ലൂവും ഗ്രേന്റെയും കോമ്പിനേഷനിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു റെഡിന്റെ LED സ്ട്രിപ്പ് ലൈറ്റ് കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം പല പല കളർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും നമുക്ക് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കളർ തന്നെയാണ്. ഈ റെഡ് കളറാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ഹോം തിയേറ്ററിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാ തിയേറ്ററുകളും ചെയ്യുന്ന പോലെ തന്നെ അക്കോസ്റ്റിക് ബോർഡ് തന്നെയാണ് ഇതിന്റെ ഫൈനൽ ലെയർ ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് നമുക്ക് അക്കോസ്റ്റിക് ബോർഡിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. സോ ഞാൻ എൻ്റെ എല്ലാ ഹോം തിയേറ്ററിലും പ്രിഫർ ചെയ്യുന്നതും ഈ ഒരു അക്കോസ്റ്റിക് ബോർഡ് അഥവാ പെറ്റ് ബോർഡ് തന്നെയാണ്. പിന്നെ നമ്മളിതിൻ്റെ സ്പീക്കർ ലേഔട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് 9.1 സ്പീക്കർ സിസ്റ്റം ആണ്. ഞാനിപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ ഹോം തിയേറ്ററുകളും ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു ലേഔട്ട് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ 9.1 അല്ലെങ്കിൽ 11.1 അല്ലെങ്കിൽ 10.1. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓരോ 3Dയും ഡോൾബി അറ്റ്മോസും അതുപോലെ DTSXും ഒരേപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം മൂന്നിനും പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ഒരു സ്പീക്കർ ലേഔട്ടാണ് അല്ലെങ്കിൽ സ്പീക്കർ പൊസിഷനിങ് സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കർ ലേഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട് സ്റ്റേജ് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ, അതുപോലെ സറൗണ്ട് സ്പീക്കർ ഉണ്ട്. നമ്മളിതിൽ റിയർ സറൗണ്ട് ആഡ് ചെയ്തിട്ടില്ല. റിയർ സറൗണ്ട് പിന്നീട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോ 3Dയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഓവർ ഹെഡ് സ്പീക്കർ നമ്മൾ കൊടുക്കാറുണ്ട് നോർമലി. ഇപ്പം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഹൈറ്റും റിയർ ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. അറ്റ്മോസ് ആയിട്ടും അതുപോലെ ഹൈറ്റ് സ്പീക്കർ ആയിട്ടും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ലേഔട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എലൈറ്റ് സിഗ്നേച്ചർ സീരീസ് ആണ് എല്ലാം എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ടവർ നോക്കിക്കഴിഞ്ഞാൽ ES55 ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ സെൻട്രൽ സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ES30 ആണ്. സറൗണ്ട് സ്പീക്കർ എന്ന് വന്നു കഴിഞ്ഞിട്ട് ES15 ആണ്. അതുപോലെ ഹൈറ്റ് സ്പീക്കർ എല്ലാം വന്നിട്ടുള്ളത് ES10 ആണ്. ഒരേ ബ്രാൻഡിന്റെ ഒരേ സീരീസിലുള്ള
സ്പീക്കറുകളാണ് കംപ്ലീറ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 3 ലേഔട്ടും നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള AV റിസീവർ എന്ന് പറയുന്നത് ഡെനന്റെ 3800H ആണ്. നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് നമുക്ക് ഓരോ 3D തൊട്ട് നമുക്ക് അങ്ങോട്ടുള്ള എല്ലാ ഓഡിയോ ഫോർമാറ്റുകളും നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. മീഡിയ പ്ലെയർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ TV തന്നെയാണ്. നമ്മൾ എപ്പോഴും ആപ്പിൾ TV തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് എല്ലാ പ്രോജക്റ്റുകളിലും. പ്രത്യേകിച്ച് അത് യൂസ് ചെയ്യാനുള്ള കാരണം അതിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഓഡിയോ ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മീഡിയ പ്ലെയർ എന്ന് പറയുന്നത് ആപ്പിൾ ടിവിയുടെ മീഡിയ പ്ലെയർ തന്നെയാണ്. അതുകൊണ്ടാണ് തന്നെ എല്ലാ പ്രൊജക്റ്റുകളിലേക്കും ഞാൻ ആപ്പിൾ TV സജസ്റ്റ് ചെയ്യുന്നത്. ഇനി സബ് വൂഫറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് SVSന്റെ SB1000 Pro എന്ന് പറഞ്ഞ മോഡലാണ്. എൻ്റെ എല്ലാ പ്രൊജക്റ്റുകളിലും ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്ന ഒരു സബ് വൂഫർ ബ്രാൻഡാണ് SVS എന്ന് പറയുന്നത്. കാരണം അതിന്റെ സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഒരിക്കലും SVS എക്സ്പീരിയൻസ് ചെയ്ത ഒരാളും വേറൊരു സബിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ പ്രൊജക്റ്റുകളിലും SVSന്റെ ഒരു സബ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്നത് കിഡിലൻ പെർഫോമൻസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു സിംഗിൾ സബ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൂം ഒരു ഗ്രൗണ്ട് ഷേക്കിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എത്രമാത്രം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സീൽഡ് സബിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു പോർട്ടഡ് സബിന്റെ അതേ ഒരു ഫീല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതിനകത്ത് പറ്റുന്നുള്ളതാണ്. നമുക്കൊരു മൂവി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കിഡിലൻ അനുഭവമാണ്. സീൽഡ് ആണെങ്കിലും പോർട്ടഡ് ആണെങ്കിലും അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഈ ഒരു സബിന്റെ ഔട്ട്പുട്ട് പെർഫോമൻസ് എന്ന് പറയുന്നത്. യൂസ് ചെയ്തിട്ടുള്ള സ്ക്രീൻ എന്ന് പറയുന്നത് 135 ഇഞ്ച് അക്കിയ എന്ന ബ്രാൻഡിന്റെ സ്ക്രീനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ എലൈറ്റ് സ്ക്രീനിന്റെ തന്നെയാണ്. എലൈറ്റ് സ്ക്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡ് തന്നെ ആയിരിക്കും. നോർമൽ സ്ക്രീനിനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൊജക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെൻക്യൂന്റെ X500i എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു LED പ്രൊജക്ടറാണ്. ലൈറ്റ് സോഴ്സിംഗ് എന്ന് പറയുന്ന LED ആണ്. LED യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാമ്പിനെ അപേക്ഷിച്ച് നമുക്ക് LED കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടും. കുറച്ചുകൂടെ എല്ലാ ഒരു 3 times അധികം നമുക്ക് ലാമ്പ് ലൈഫ് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ തന്നെയാണ്. ഒരു ഷോർട്ട് ത്രോ പ്രൊജക്ടറാണ്. പിന്നെ അത് കൂടാതെ അതിന് ഗെയിമിംഗ് സപ്പോർട്ടും കൂടിയുണ്ട്. ഒരു ഗെയിമിംഗ് പ്രൊജക്ടറും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിംഗ് കൺസോളോ PS5 അതുപോലെ Xboxോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് X500i എന്ന് പറയുന്നത്. ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടറും കൂടിയാണ്. നമുക്ക് ഇതിന്റെ പുറകിൽ ചെറിയൊരു ആൻഡ്രോയിഡിന്റെ ഒരു ഡോങ്കിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുവഴിയാണ് നമുക്ക് ഇതിനെ ആൻഡ്രോയിഡ് TV ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഒരു ടെലിവിഷൻ എങ്ങനെയാണോ നമ്മുടെ ഒരു LED സ്മാർട്ട് TV എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ആൻഡ്രോയിഡ് TV ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ARC ഓപ്ഷൻ കൂടിയുണ്ട്. ഈ ARC ഓപ്ഷൻ കൂടി നമുക്ക് ഇന്നത്തെ അവൈലബിൾ ഉണ്ട്. സോ നമുക്ക് ഈവൺ ഈ ഒരു സെപ്പറേറ്റ് മീഡിയ പ്ലെയർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് തന്നെ നമ്മുടെ AVR വഴി നമുക്ക് മൂവീസും മ്യൂസിക്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആമസോൺ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അതുപോലെ മറ്റ് OTT പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് AERC വഴി നമുക്ക് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് എടുത്ത് നല്ല രീതിയിലുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടറും കൂടിയാണ്, ഒരു സ്മാർട്ട് പ്രൊജക്ടറും കൂടിയാണ് ഈ ബെൻക്യൂന്റെ X500i എന്ന് പറയുന്നത്. പിന്നെ വിഷ്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അമേസിംഗ് വിഷ്വൽ ക്വാളിറ്റിയാണ്. കാരണം ഞാൻ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് ഒപ്റ്റോമ ബ്രാൻഡ് ആയിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ നല്ല സർവീസിന്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഞാനിപ്പോ ഒപ്റ്റോമ ബാക്ക് ഔട്ട് അടിച്ചിട്ട് ഞാനിപ്പോ ബെൻക്യൂയിലേക്ക് വരുന്നത്. ബെൻക്യൂയുടെ പറയാതിരിക്കാൻ വയ്യ. ബെൻക്യൂയുടെ കസ്റ്റമർ സർവീസും എന്ന് പറയുന്നത് വളരെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ് അവരുടെ. നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസോ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് സോൾവ് ചെയ്ത് തരുന്നൊരു കിഡിലൻ സർവീസ് സപ്പോർട്ട് തന്നെ നമുക്ക് ബെൻക്യൂന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഒപ്റ്റോമയുടെ ഭാഗത്ത് അതൊരു ഭയങ്കര പോരായ്മയായിട്ട് ഞാൻ കണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ബെൻക്യൂ ഉൾപ്പെടുത്താൻ കാരണം. മൊത്തത്തിൽ ഇതിന്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 16 അടി നീളവും 12 അടി വീതിയും 9 അടി ഹൈറ്റും ആണ് വരുന്നത്. ഒരു 3 റിക്ലൈനറും കൂടി കൊടുത്തിട്ടുണ്ട്. മോട്ടോറൈസ്ഡ് റിക്ലൈനർ ആണ്. ഇതും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റിക്ലൈനർ തന്നെയാണുള്ളത്. ഹോം തിയേറ്ററിന്റെ ആ ഒരു കളർ കോമ്പിനേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുള്ള ലെതറൈറ്റ് തന്നെയാണ്. പക്ഷെ ഇതിന് സ്റ്റോറേജ് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇൻഡിവിജ്വൽ റിക്ലൈനർ ആയിട്ടാണ് ഇതിനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും കസ്റ്റമൈസ് ആണ്. കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുള്ള റിക്ലൈനർ തന്നെയാണ് ഇത്. സ്റ്റിച്ചിങ് ആയാലും അതിന്റെ ഡിസൈൻ ആയാലും പാറ്റേൺ ആയാലും കളർ ആയാലും ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കസ്റ്റമറോടും കൂടി ചോദിച്ച് കസ്റ്റമറുടെ ആഗ്രഹപ്രകാരം ചെയ്തെടുത്തിട്ടുള്ള ഒരു റിക്ലൈനർ ആണ്. മോട്ടോറൈസ്ഡ് റിക്ലൈനർ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഹോം തിയേറ്ററും ഇതിന്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.